നമസ്കാരം. മകൾക്ക് ബിസിനസ് വളർത്താനുള്ള ഒരൊന്നൊന്നര അടവായിട്ടാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂണിയൻ ലിസ്റ്റിനെ അവഗണിച്ച കേരളത്തിന് സ്വന്തം വിദേശ സഹകരണ സെക്രട്ടറിയായി വാസുകിയെ നിയമിച്ചത് എന്ന ചോദ്യം അതിശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാര്യം ആരുമറിയാതെ ആരും ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ നടപ്പിലാക്കാമെന്ന് കരുതിയിരുന്ന ഒരു ഒന്നൊന്നര പ്ലാൻ ആയിരുന്നു അത്. പക്ഷെ അതെങ്ങനെയോ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു, വിവാദമായി. ഇതോടെ വിഷയത്തിൽ തിരുത്തൽ നടപടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നതാണ് വിവരം. എന്തായാലും ഗവർണർക്കും കേന്ദ്രത്തിനും അടക്കം കൃത്യമായ വിശദീകരണം നൽകേണ്ടി വരുന്ന ഈ ഒരു വിഷയത്തിൽ ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായതോടെ വിദേശ രാജ്യങ്ങളുമായി സഹകരണം സ്ഥാപിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പ്രത്യേക ഡിവിഷൻ റദ്ദാക്കാനുള്ള തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കാര്യം വിഷയം തണുപ്പിക്കാൻ, വിവാദങ്ങൾ തണുപ്പിക്കാൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരുക്കം സർക്കാർ നടത്തുന്നത് എന്നതാണ് വിവരം. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശ രാജ്യങ്ങളുമായി സംസ്ഥാനങ്ങൾക്ക് ഇടപെടാനാവില്ല എന്ന ചട്ടം മറികടന്നുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തൊഴിൽ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ വാസുകിയെ അന്യരാജ്യങ്ങളുമായുള്ള സഹകരണത്തിന് നിയോഗിക്കുന്നത്. ഈ ഉത്തരവ് സർക്കാർ റദ്ദാക്കുകയാണ് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പിണറായി സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വിദഗ്ധർ തന്നെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് വിദേശ ഏകോപനത്തിന് സെല്ല് രൂപീകരിച്ചിരിക്കുന്നത് എന്നതാണ് വിവരം. വാസുകിയെ നിയമിച്ചത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. എന്തായാലും വിദേശകാര്യം, പ്രതിരോധം, അന്താരാഷ്ട്രം, വ്യാപാരം, വാണിജ്യം, ബാങ്കിംഗ് അടക്കമുള്ള 97 വിഷയങ്ങളിൽ കേന്ദ്രത്തിന്റെ അധികാരം മറികടന്നുകൊണ്ട് കേരളം നടപ്പാക്കാൻ പോയിരുന്ന കാര്യങ്ങളൊക്കെ അവിടെ പാടെ ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സംസ്ഥാനത്തിന് ഇതിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കേന്ദ്രാനുമതിയില്ലാതെ സംസ്ഥാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായോ ഏജൻസികളുമായോ കരാറുകളോ ഉടമ്പടികളോ ഉണ്ടാക്കാനാകില്ല എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയം. താൽക്കാലിക വിഷയങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളുടെ ഓഫീസുമായോ പ്രതിനിധികളുമായോ സംസ്ഥാന സർക്കാരിന് യാതൊരു ബന്ധവും പാടില്ല എന്നതാണ് ചട്ടം. സാമ്പത്തിക സഹായം സ്വീകരിക്കാനും വിദേശ മന്ത്രാലയത്തിന്റെ അനുമതി തന്നെ വേണം എന്നുണ്ട്. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ പ്രത്യേക ഡിവിഷൻ രൂപീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം അത് വളരെ വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കുകയാണ്. പരാതി ലഭിച്ചാൽ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്നാണ് രാജ്ഭവൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതായത് മകളുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു രാജ്യങ്ങളുമായുള്ള ബന്ധം സ്വയം നിയന്ത്രിക്കാമെന്ന് കരുതി ഇത്തരത്തിലൊരു നടപടി എടുക്കാൻ ഇടത് സർക്കാരിനെ കൊണ്ട് അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നുള്ളൊരു സംശയമൊക്കെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷെ എന്താണെങ്കിലും ഇപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ കരുതിയിട്ടാണെങ്കിലും കേരളത്തിന്റെ കേന്ദ്ര സർക്കാരിനെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലെ മകളുടെ കമ്പനി വളർത്താൻ വേണ്ടി ആണെങ്കിലോ അങ്ങനെ എന്ത് ഉദ്ദേശത്തിലാണെങ്കിൽ പോലും കേന്ദ്രത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശങ്ങൾ, നടപടികൾ അത് നടപ്പിലാകില്ല എന്ന് തന്നെയാണ് വ്യക്തം. വാസുകിയെ നിയമിച്ചുകൊണ്ടുള്ള പുതിയ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സംഘത്തെ അല്ലെങ്കിൽ പുതിയ ചുമതല, വാസുകിക്ക് നൽകിയിരിക്കുന്ന പുതിയ ചുമതല ഉടൻ തന്നെ നിർത്തലാക്കും അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് നേതൃത്വത്തിന് ലഭിക്കുന്നത് എന്നതാണ് വിവരം.